ഒരു സ്പെസിഫിക് ടാർഗറ്റ് മുന്നിൽ കണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നവർക്ക്, എസ്പെഷ്യലി സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടോപ്പിക്കാണ് ഇന്നത്തേത്. എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു ടാർഗറ്റ് ലൈൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത്തരമൊരു ചാർട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ടാർഗറ്റ് മീറ്റ് ചെയ്തു, ആരൊക്കെ ടാർഗറ്റ് മീറ്റ് ചെയ്തില്ല, അവരെത്രത്തോളം പുറകിലാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ടാർഗറ്റ് വാല്യൂ എന്നത് സെയിൽസ് എമൗണ്ട് ആകാം, എംപ്ലോയി പെർഫോമൻസ് സ്കോർ ആകാം, ഒരു ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ മിനിമം പാസ് മാർക്കും ആകാം. സോ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു ടാർഗറ്റ് ലൈൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. താര, ജോൺ, പീറ്റർ എന്നിങ്ങനെ 6 സെയിൽസ് റെപ്പുമാരുടെ സെയിൽസ് എമൗണ്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു കോളം ചാർട്ടാണ് ഈ കാണുന്നത്. ഈ കോളം ചാർട്ടിലുള്ള ടാർഗറ്റ് ലൈൻ നോക്കുക, 50 ടാർഗറ്റ് എമൗണ്ട്. ഈ ടാർഗറ്റ് ലൈൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഏതൊക്കെ സെയിൽസ് റെപ്പുമാരാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തത്, ഏതൊക്കെ സെയിൽസ് റെപ്പുമാരാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തത്, അവരെത്ര കണ്ട് പുറകിലാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല ഈ ടാർഗറ്റ് ലൈൻ്റെ പ്രത്യേകത നോക്കുക, ഈ സെല്ലിൽ നമ്മൾ വാല്യൂ മോഡിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ ടാർഗറ്റ് ലൈൻ മൂവ് ചെയ്യുന്നത് കാണാം. ഇനി ഇത്തരമൊരു ടേബിളിലെ ഡേറ്റ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ കോളം ചാർട്ടിലേക്ക് ഇതുപോലെ ഒരു ടാർഗറ്റ് ലൈൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ കണ്ട അതേ ഡേറ്റ തന്നെയാണത്. ഈ ടേബിളിലെ ഡേറ്റ ഉപയോഗിച്ച് ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ടാബിൽ പോവുക, ഇൻസേർട്ട് കോളം ഓ ബാർ ചാർട്ട്, ക്ലസ്റ്റേർഡ് കോളം നോക്കുക. ഈ ടേബിളിലെ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോളം ചാർട്ട് ഇവിടെ വന്നു. ഈ കാണുന്ന ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഗ്രിഡ് ലൈൻസ് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. ഇനി ഈ കാണുന്ന ടാർഗറ്റ് എമൗണ്ട് ഈ കോളം ചാർട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ ചാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഡേറ്റ, ആഡ്. ആദ്യം സീരീസ് നെയിം, ടാർഗറ്റ് എന്ന ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, സീരീസ് നെയിം ആയി. അടുത്തത് സീരീസ് വാല്യൂസ്, ഇവിടെയുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യുക. 50 എന്ന ടാർഗറ്റ് എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, 50 എന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോളം ഇവിടെ വന്നു. ഇനി ഈ കോളത്തിന് ഒരു പോയിൻ്റ് ആക്കി മാറ്റാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ചേഞ്ച് സീരീസ് ചാർട്ട് ടൈപ്പ്. ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. കോംബോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ടാർഗറ്റ് എന്ന സീരീസിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് സ്കാറ്റർ ചാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, XY സ്കാറ്റർ, സ്കാറ്റർ. ഓക്കെ, നോക്കുക, കോളം പോയിൻ്റായിട്ട് മാറി. ഈ കാണുന്ന പോയിൻറ്റിൻ്റെ എറർ ബാറിനെയാണ് നമ്മൾ ടാർഗറ്റ് ലൈനാക്കി മാറ്റുന്നത്. അതിനുവേണ്ടി ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ചാർട്ട് എലമെൻറ്റ്സ്, എറർ ബാർസ്. ഇനി ഈ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എറർ ബാറിനെ ഫോമാറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് ഡേറ്റ സീരീസ്, സീരീസ് ഓപ്ഷൻസ്, സീരീസ് ടാർഗറ്റ് X എറർ ബാർസ്. ആദ്യം എറർ എമൗണ്ട്, ഫിക്സഡ് വാല്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ 6 സെയിൽസ് റെപ്പുമാരാണുള്ളത്, അതായത് 6 വാല്യൂസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 6 എന്ന വാല്യൂ ഉപയോഗിക്കുക. എൻ സ്റ്റൈൽ, നോ ക്യാപ്പ്, ഡയറക്ഷൻ പ്ലസ്. നോക്കുക, നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂവിനനുസരിച്ച് എറർ ബാർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി എറർ ബാറിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഫിൽ ആൻഡ് ലൈൻ, എറർ ബാറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. വിഡ്ത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് 2 പോയിൻറ്റ്, ലൈൻ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ ഡാഷ് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ ഓറഞ്ച് മാർക്കറിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ മാർക്ക് ഹൈഡ് ചെയ്യാനായിട്ട് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽ ആൻഡ് ലൈൻ, മാർക്ക്, മാർക്ക് ഓപ്ഷൻസ്, നൺ. നോക്കുക, ഓറഞ്ച് മാർക്ക് ഹൈഡ് ചെയ്യപ്പെട്ടു. ഇനി ഈ എറർ ബാറിനെ അഥവാ നമ്മുടെ ടാർഗറ്റ് ലൈനിനെ ഇടതുവശത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ എറർ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഡേറ്റ, ടാർഗറ്റ്, എഡിറ്റ്, സീരീസ് X വാല്യൂസ് എന്ന ലേബലിന് നേരെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ 0.5 എന്ന വാല്യൂ എൻ്റർ ചെയ്യുക. ഓക്കെ, ഒരു തവണ കൂടി ഓക്കെ.
ഇനി 50 എന്ന ടാർഗറ്റ് എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ചാർട്ട് എലമെൻറ്റ്സ്, ഡേറ്റ ലേബിൾസ്. നോക്കുക 50 എന്ന ടാർഗറ്റ് എമൗണ്ട് ഇവിടെ വന്നു. ഈ ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ ലേബിളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഈ ലീഡർ ലൈൻ ഹൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ലീഡർ ലൈൻസ്, നോ ലൈൻ. ഇനി ഡേറ്റ ലേബിൾസിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഡേറ്റ ലേബിളിൽ ക്ലിക്ക് ചെയ്യുന്നു, ബോൾഡ്, ഇറ്റാലിക്, റെഡ് കളർ അപ്ലൈ ചെയ്യുന്നു, ബോൾഡ്, ഇറ്റാലിക്, ഗ്രീൻ. ടാർഗറ്റ് എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നു 35. നോക്കുക അതിനനുസരിച്ച് ടാർഗറ്റ് ലൈൻ മൂവ് ചെയ്താൽ കാണാം. ഇനി ഈ ടേബിളിലേക്ക് പുതിയൊരു സെയിൽസ് റെപ്പിൻ്റെ ഡേറ്റ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഈ വരികൾക്കിടയിൽ എവിടെയെങ്കിലും പുതിയൊരു റോ ആഡ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്, ശ്രീ. പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ച് ഈ ടാർഗറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് എറർ ബാർസ്. ഇവിടെ ഇപ്പോൾ 7 വാല്യൂസ് ആണുള്ളത്. 7. നോക്കുക ടാർഗറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് കാണാം. എല്ലാ ആളുകൾക്കും ഒരേ ടാർഗറ്റ് ഉള്ളപ്പോഴാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ടാർഗറ്റ്സ് ഉള്ളപ്പോൾ ഉപയോഗിക്കേണ്ടുന്ന പല തരത്തിലുള്ള ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ടുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പിന്നീടൊരു അവസരത്തിൽ പറയാം. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.